വെൽക്കം ബാക്ക് ടു another എപ്പിസോഡ് ഓഫ് ലൈഫ് ഓഫ് ലുത്ഫി. അപ്പം നമ്മളേതായാലും NSS ബ്ലോഗായിട്ടാണ് എത്തിയത്. നിങ്ങളുടെ വെറൈറ്റി ആകാരങ്ങൾ വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ NSSൻ്റെ ഞങ്ങളുടെ സ്വന്തം 7 ദിവസങ്ങളുണ്ടായിരുന്നു. അടിപൊളി ഡേയ്സ് ആയിരുന്നു. ഇപ്പം നോക്കി കാണുമ്പോൾ അത്യാവശ്യം നൈസായിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ. അപ്പം അത് നിങ്ങളിലോട്ട് എത്തിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ആണ് ഞങ്ങളുടെ PK സാർ, പ്രിയകുമാർ സാർ എന്നാണ് പറയാം. അപ്പം പുള്ളിയായിരുന്നു ഞങ്ങളെല്ലാം മേൽനോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 30 ചില്ലാൻ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അടിപൊളി ഡേസസ് ആയിരുന്നു. ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് വന്നതും ആശീർവാദങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ ഞാൻ മാത്രമല്ല, ഒരു ഹോസ്റ്റും കൂടി ഉണ്ടാവും. അല്ലെങ്കിൽ ഈ വ്ളോഗ് കൊണ്ടുപോകുന്ന സ്റ്റോറി പറയാൻ ഒരാളും കൂടി ഉണ്ട്. ആളിപ്പോൾ വരും. നമ്മൾ ഫസ്റ്റ് ഡേ അതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയി. ഞാൻ അവള് പറയട്ടെ, ഒന്നാ പറ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡേ 1 ആണ്. എല്ലാവരും ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. പക്ഷേ ക്ഷീണിച്ചിരിക്കാൻ പറ്റില്ല, നമുക്ക് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണം, എന്നാലാണ് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. സോ എല്ലാവരും ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലൊക്കെയാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഫുഡൊക്കെ വന്നു. ഫസ്റ്റ് ഡേ നമുക്ക് ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ജിമ്മൻ അശ്വിൻ ചേട്ടൻ ഉണ്ട്, പിന്നെ നമ്മുടെ രാഹുലേട്ടനുണ്ട്. നമ്മുടെ ക്യാമ്പിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അവരിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്, അവരുടെ മെമ്മറീസൊക്കെ ഷെയർ ചെയ്തിട്ട്. അപ്പോൾ നമ്മളതൊക്കെ കേട്ട് എല്ലാവരും ക്യാമ്പിൻ്റെ ആ ഒരു വൈബിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ക്യാമ്പിൻ്റെ ഒരു വൈബിലോട്ട് വന്ന് ഇനി നമ്മൾ കിടന്നുറങ്ങാൻ നെക്സ്റ്റ് ഡേ ആവുമ്പോഴത്തേക്കും എണീറ്റ് സർവേ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പം കണ്ടല്ലോ, അതാണ് എൻ്റെ ഒരു നമ്മുടെ കഥ കൊണ്ടുപോകുന്ന ഒരാൾ. അപ്പം അതുണ്ടാവും, പേടിക്കണ്ട. ഇങ്ങനെ ആയി വന്നോളൂ. നല്ല പിറ്റേ ദിവസമൊക്കെ ആയി. നമ്മൾ മോർണിംഗ് എക്സസൈസ് ഒന്നും കിട്ടിയാത്തത് കൊണ്ട് ഷായനാണെങ്കിലും പ്രത്യക്ഷമൊക്കെ ആണെങ്കിലും ഭയങ്കര പ്രാക്ടീസ് ആയിരുന്നു. പിന്നെ ചായ എലീഷായിരുന്നു കൊടുത്തിരുന്നത്. നമ്മുടെ ഷെബീഖാൻ്റെ ചായ ആയിരുന്നു. ഇത് കിടലൻ ചായ ആണോ കാര്യമായിട്ടുള്ള ചായ ആണെന്നൊക്കെ ഷെഫീഖ് തന്നെ പറയും. അപ്പം അത് അത്രേ ഉള്ളൂ. ഏതായാലും ഞങ്ങൾ സ്കൂൾ തിരുനെല്ലൂർ സ്കൂളായിരുന്നു, ഒരു UP സ്കൂളായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് പുറത്തൊക്കെ ചുമ്മാ അങ്ങനെ നിന്ന് കാര്യങ്ങളൊക്കെ ആയി. ഇന്ന് കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫ്രഷപ്പ് ആവണം, അതാണ് രാവിലെ മെയിനായിട്ടൊരു 9 മണി വരെ എല്ലാവരും മെയിൻ പരിപാടി. പിന്നെ ഫുഡ് ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു ആക്ച്വലി. പിന്നെന്താ ബാലാജിയൊക്കെ ഷെഫീഖ് ഏതായാലും പറയും ഫുഡിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞ. ഷെഫീഖ് ഇന്നെന്താ പരിപാടി? നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നു, കറികൾ ഉണ്ടാക്കുന്നു, മച്ചു ഫുഡ് ഉണ്ടാക്കുകയാണ്. ഞാനാണ് ഇന്നിവിടെ കിച്ചൺ ഡ്യൂട്ടി. അപ്പോൾ ഇന്നത്തെ ഫുഡിന്റെ കാര്യങ്ങൾ മോശമാണെങ്കിൽ അതും പറയാം, നല്ലതാണെങ്കിൽ അതും പറയാം. അപ്പം മച്ചനെ നോക്കി വെച്ചു. ഏതായാലും നോക്കി വെച്ചോ ഷെഫീഖിനെ. പിന്നെ നമ്മുടെ സ്വന്തം മാനവികതയൊക്കെ ചൊല്ലി രാവിലെ തന്നെ അസംബ്ലി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സർവേ ഉണ്ടായതുകൊണ്ട് ബസ്സിൽ കൊണ്ടുവന്നു. ഏതായാലും നമ്മുടെ കിൽക്കാബിട്ടി എൻ്റെ ഹോസ്റ്റ് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരും എന്താണ് പരിപാടി എന്നൊക്കെ. നമ്മൾ സർവേക്ക് പോവാണ്. ഓക്കെ, എല്ലാരും സ്പ്ലിറ്റ് ആവാൻ പോവാണ്. എന്ത് സർവേ? കാർബൺ ന്യൂട്രാലിറ്റിയുടെ സർവേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോ ബോക്സിൽ കിടക്കുന്ന ആൾക്കാരെ പൊക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കണ്ടല്ലേ കുറച്ച് ക്യൂട്ട്നെസ്സും കാര്യങ്ങളാക്കാം. ഇതെല്ലാം അവളുടെ കുറച്ച് വാക്കുകൾ കേട്ടല്ലോ. ക്യൂട്ട്നെസ് ഒന്നും നല്ലൊരു സംഭവം വെച്ചാലേ വ്ളോഗ് എടുക്കണോ വേണ്ടെന്നുള്ളൊരു മടി, ഒരു പേടിയൊക്കെ. പിന്നെ ആരാ എൻ്റെ ഒപ്പം വരുന്നത് കണ്ടോ, ഇതാണ് നമ്മുടെ ജിബിത. അപ്പം പറ്റിയ ഒരാളെ എനിക്ക് കിട്ടിയത് സർവേ എടുക്കാൻ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മലയാളം അറിയാത്തതുകൊണ്ട് വലിയ ഇഷ്യൂകളൊന്നും ഇല്ല. ഭയങ്കര രസമായിരുന്നു, നല്ല കുഴപ്പമില്ല. ആൾ ചിൽക്കായാണ്. ഞാൻ ഒരാളെ സംഭവം കാണിച്ചു തരാം. നിങ്ങൾ കേട്ടല്ലോ, ആളെ ഒരു വീട്ടിൽ പോയിട്ട് കിണറുണ്ടോ എന്ന് ചോദിക്കുക. കിണറിൻ്റെ മുന്നേ വെച്ചിട്ട് അമ്മ കോമഡി ആളാണ്. പിന്നെ നമ്മളൊരു കയർ ഫാക്ടറി, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ആയതുകൊണ്ട് ഞങ്ങൾ കയർ ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ അറിയത്തില്ല, ആലപ്പുഴയിൽ കോമൺലി ഉള്ളതാണ്. പക്ഷെ ബാക്കിയുള്ള കുറച്ച് ഒരു പുതുമയായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലോട്ടൊക്കെ പല മാറ്റുകളും വരുന്നതും. അപ്പോൾ അവിടെ ലാർജ്ലി പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സർവേ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചിൽക്കായ ജീവിതമാണ് ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ അപ്പോൾ കോമഡി ആയിരുന്നു സംഭവം. ഇതെല്ലാം ഒരുപാട് കിടലം വീടുണ്ട് കേട്ടോ. ഇച്ചിരി ചെറുതലാന്ന് പറയും ആലപ്പുഴയിലെ. അതുകൊണ്ട് ഇച്ചിരി ഉള്ള സ്ഥലമാണ്. നമ്മൾ പണിയാണ്, ഭയങ്കര പണിയാണ്. വെയിലത്ത് നിർത്തി പണിയെടുപ്പിക്കുന്നത്. പക്ഷെ എന്തായാലും നമ്മൾ ചെയ്യും. നമ്മൾ NSS ആൾക്കാരായതുകൊണ്ട് അത് ചെയ്യും. അപ്പം നമ്മളിപ്പം ഉച്ചയായി, നമ്മളിപ്പോൾ ചെയ്ത ശേഷം തീരാനായി. എന്നിട്ട് നമ്മൾ ഈ ഫുഡ് ഐറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഏതായാലും കാണാം. ഓക്കെ.
പട്ടിക പറയാം സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സർവേ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ക്യാമ്പിൽ തിരിച്ചെത്തി. ഷെഫീക്കിട കിടിലൻ ചായയും കുടിച്ച് എല്ലാവരും കൾച്ചറൽ നൈറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ കസേരകളിൽ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമ്മുടെ അബ്ബെ ഔട്ടായിരിക്കുകയാണ്. അപ്പം കൾച്ചറൽ നൈറ്റ് പറയുമ്പം എല്ലാവരുടെയും കഴിവൊക്കെ ഇങ്ങനെ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ്. നമുക്ക് ഡാൻസ്, പാട്ട്, ഓരോ ഗെയിംസ് ഒക്കെ ആയിട്ട് നമ്മൾ ഓരോ ദിവസവും നടത്തും. കസേര കളീൻ്റെ ഇടയിലും വൈബ് ചെയ്ത് ഡാൻസ് കളിക്കുന്ന വൈബിനെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ കൾച്ചറൽ നൈറ്റും അതാ നമ്മുടെ ലക്ഷ്മിയും ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. ഓരോ കൾച്ചറൽ നൈറ്റും ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഇവൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഡേ അതാ നമ്മുടെ 3 ചെക്കന്മാർന്നിടയിൽ ഒരേ ഒരു പെൺപുലിയായിട്ട് നമ്മുടെ PA കസേരകളിൽ ആരാണ് ജയിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ മച്ചു ടീംസിൻ്റെ പാട്ടാണിത്. ഏതായാലും ചെറുക്കന്മാരെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏതായാലും ഷായിൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷായ നേതൃത്വത്തിലുള്ള ഇപ്പം നമ്മൾ രാവിലെ എണീറ്റാൽ പൊതുവെ ആക്ച്വലി ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവാറ്. ഓക്കെ, വേണ്ടോ എന്നാ ചാർട്ട് കാര്യങ്ങളൊക്കെ ഏതോ ടൈം ലാപ്സിലൊക്കെ എടുത്ത് നോക്കിയതാണ്. അത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ചായ സെക്ഷൻ ഉണ്ടാവും. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്രഷ് അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പം നമ്മൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ NSSൻ്റെ ഒരു എഡിറ്ററും കൂടിയായിരുന്നു. നമുക്ക് NSSൻ്റെ പേജ് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ എഡിറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അലീഷ ഒന്ന് ബാക്കി പറഞ്ഞു കൊടുത്താൽ അപ്പം പറഞ്ഞു തരും. ഓള് അതിനൊക്കെയുള്ള റീച്ച് കൂട്ടാൻ നോക്കുകയാണോ? ഓഹോ, ഹലോ എവരിവൺ, അതാ നമ്മൾ ഡേ 3 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലുത്ഫി ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ട് Day 2ന്റെ സംഭവങ്ങളൊക്കെ. അപ്പം അതുണ്ട്. പിന്നെന്താ, പിന്നെ നമ്മള് രാവിലെ യോഗ കഴിഞ്ഞ് സൺഡേ ആണ്, ഐസ് ബ്രേക്കിംഗ് സെഷൻ ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ പ്രോഗ്രാം കമ്മിറ്റി ഞാൻ പോയി അപ്പൊ അവള് തിരക്കിലോട്ട് പോവാണ്. വാ മാനരുവാ, വാ പറ വ്ളോഗാ അത്. ഹലോ ഗൈസ്, നമ്മൾ കുളിക്കാൻ പോകണം. നമ്മുടെ അടുത്ത പരിപാടി നമ്മൾ വലിയൊരു അമ്പലക്കുളത്തിൽ നീന്തി കുളിക്കാൻ പോവുക. അപ്പം അത് കുളിച്ച് ഞാൻ കാണിക്കുന്നില്ല, ബാക്കിയെല്ലാം കാണിച്ചിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ. അപ്പൊ അവൻ കുളിക്കാൻ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അവനെ കണ്ട കുളിക്കടവിലോട്ട് പോയല്ലോ. ഇതാണ് നമ്മുടെ അമ്പലക്കുളത്തിലായിരുന്നു. കുളിച്ചും കാണിക്കുന്നില്ലെങ്കിലും അത്യാവശ്യം നീന്താൻ കാര്യങ്ങളൊക്കെ അറിയാം. എല്ലാവരും കണ്ടല്ലോ എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് സംഭവം. പിന്നെ വേറെ സംബന്ധിച്ചായിരുന്നു ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഐസൊന്നും അലിഞ്ഞില്ലെങ്കിലും അത്യാവശ്യം കൊള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ ആയിരുന്നു ഒന്ന് കാര്യം സെറ്റ് ചെയ്തിരുന്നത്. ഞങ്ങൾ ടീമിലുള്ളതാണ്. രേവതി ആണെങ്കിലും കൃഷ്ണപ്രിയ ആണെങ്കിലും എന്തോ അതിലും ഇവരൊക്കെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അതൊന്നും കാണുന്നില്ല. പക്ഷെ ആ ടീമിലൊക്കെ ഉള്ള ആളാട്ടോ, തിരക്കായിപ്പോയി. ഇതാണ് നമ്മുടെ സെക്ഷൻ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിള്ളം ഗെയിംസ് ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ കോമഡി ആയിരുന്നു സ്റ്റാർട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഗെയിം എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? കാണിച്ചു തരാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തോട്ട് അർജുൻ്റെ കിടിലൻ ഡാൻസ് ഉണ്ട്. അത് ഞാൻ ഏതായാലും ടൈലൻഡിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കി ഗെയിംസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അത്രേ ഉള്ളായിരുന്നു Day 3 വരെ. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. എല്ലാം ഇപ്പം തന്നെ പറഞ്ഞ് തീർക്കാൻ പറ്റുമോ? കുറച്ചൊക്കെ ബാക്കി വെക്കാമെന്ന്. അപ്പം പാർട്ട് 2 ആയിട്ട് ഞാൻ വരാം. നിങ്ങൾ പാർട്ട് 1 കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുക.